മോന്റെ ഈ മാറ്റം ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുക. ഇതിൽ പരം ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് വരാനില്ല എന്ന് വരെ തോന്നിപ്പോകുന്നു. കാർത്തി, ഇത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. മനസ്സുകൊണ്ട് നിന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിൽ നിന്നും നീ രക്ഷപ്പെട്ടു. നിനക്ക് ചേർന്നൊരു പെൺകുട്ടിയെ നിനക്ക് കിട്ടി. മീനാക്ഷിക്ക് ചേർന്നൊരു പുരുഷനെ അവൾക്കും. നമുക്കൊരു നല്ലത് വരുമ്പോ ചില പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതായിപ്പോ കഴിഞ്ഞത്. മീനാക്ഷി ഒരു കുട്ടിയാണെന്ന എല്ലാവരും കരുതിയത്. എന്നാ നിനക്കൊരു പ്രശ്നം വന്നപ്പോ അവൾക്കുണ്ടായ മാറ്റം കണ്ടില്ലേ? അതിനെ നേരിട്ട് തോൽപ്പിച്ച ആ രീതി കണ്ടില്ലേ? അതേ മുത്തശ്ശി, ഞാനും അത്ഭുതപ്പെടുക. ദേ, അതാ മോനെ കുടുംബിനികളായ സ്ത്രീകളുടെ സ്വഭാവം. നീയും അവളും ഒരുപോലെ ചെമ്പകമംഗലത്തെ കുട്ടികളാ. ഈ കുടുംബത്തിന്റെ സംസ്കാരമേ നിങ്ങൾക്കുണ്ടാവൂ. നിന്റെ അമ്മയുടെ കാര്യത്തിൽ മാത്രം ആ വിശ്വാസം തെറ്റി. സാവിത്രി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉത്തരം തേടി നടക്കുക. എന്റെ മോളെ, ഒരു നിമിഷം നേരത്തേക്കെങ്കിലും കുഞ്ഞെ, നീ എന്റെ മോളാണോന്ന് ഞാൻ സംശയിച്ചല്ലോ. ഈ അച്ഛന് മാപ്പ് തരണം. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ, വെള്ളി വെയിലും വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാന്തുമ്പി കണ്ണും നട്ട് പൊന്ന അവൾക്ക് വിശക്കുന്നുണ്ടാവും. അവൾക്ക് വിശപ്പുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. അവളുടെ അച്ഛന്റെ സന്തോഷം കണ്ട് വൈഗമോളുടെ വിശപ്പ് മാറിയതായിരിക്കും. ആ മുത്തേ.
മീനാക്ഷി, എന്തേ? ഇനി വന്നേ. ഏ? ഇവനിത് എവിടെ പോയി ഈ വൈശാഖ്? വൈശാഖ്, നീ എന്താ പുറത്ത് നിൽക്കുന്ന? ഞാൻ ചിലത് ആലോചിക്കായിരുന്നു. അമ്മയൊന്ന് വിളിക്കണം. ഹലോ. അമ്മേ,
ഇത് ഞാനാ വൈശാഖ്. ആ മോനെ, എന്താടാ നീ മൈഥിലിയും കുട്ടി ഇങ്ങോട്ട് വരാത്തത്? ഞങ്ങൾ വരാമേ, ഇത്തിരി കാര്യം കൂടി ശരിയാക്കാനുണ്ട്. അതിരിക്കട്ടെ, നിങ്ങൾ ചെമ്പകമംഗലത്തേക്ക് പോയോ? പോയി. എന്നിട്ട് DNA ടെസ്റ്റ് നടത്തുന്നതിനെ കുറിച്ച് ആ കാർത്തി എന്ത് പറഞ്ഞു? എന്തു പറഞ്ഞെന്നോ? അവനും ആ മീനാക്ഷിയും കൂടെ എന്നെ നിന്റെ അച്ഛനെ കൊന്നില്ലെന്നേ ഉള്ളൂ. എന്താ, അവർ നിങ്ങളെ തല്ലാൻ വന്നോ? തല്ലിയനെ. നീയേ സൂക്ഷിച്ച് നടന്നോ, നിന്നെ അവൻ കൊന്നു കളയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നെ അവൻ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ പൊന്നു മോനെ, അങ്ങനത്തെ വീമ്പ് പറച്ചിലൊന്നും വേണ്ട. അവനേ പോലീസുകാരനാ, അതോർത്താ നിനക്ക് കൊള്ളാം. DNA ടെസ്റ്റിനെ കുറിച്ച് അവൻ എന്ത് പറയുന്നു? അതൊന്നും നടക്കൂലടാ. ആ കുഞ്ഞ് അവന്റെ കുഞ്ഞ് തന്നെയാണെന്ന് ആ മീനാക്ഷി അങ്ങ് സ്ഥാപിച്ചു കളഞ്ഞടാ. ശരി, അവൻ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോനെ, ഞങ്ങള് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. നിന്റെ കാര്യം ഓർത്താ എനിക്ക് പേടി. ഒന്ന് ഫോൺ വയ്ക്കുന്നുണ്ടോ? നീ എന്തിനുള്ള പുറപ്പാടാ വൈശാഖെ? ഈ DNA ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലേ എന്നെ നാണം കെടുത്തുന്നതിന് തുല്യമല്ലേ? ചെമ്പകമംഗലത്ത് എന്ന എന്റെ അച്ഛനും അമ്മയും ആ കാർത്തി തല്ലാൻ ഒരുങ്ങിയത്. അവന്റെ കഷ്ടകാലം തുടങ്ങി. നീ അവനെ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നു മുതൽ ഞാൻ അവനെ പേടിച്ചൊളിച്ചിരിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പേടിച്ചിരിക്കുകയാണെന്നാ അവൻ കരുതിയിരിക്കുന്നത്. ഇനി എന്തായാലും അത് പാടില്ല. വൈശാഖെ, ഞാൻ ആരാണെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇനി ഫൈറ്റേ നേർക്ക് നേർക്കാം. നീ വേഗം പെട്ടിയെടുക്ക്. ഇത്രയും നാൾ നമ്മൾ രഹസ്യമായിട്ട് ജീവിച്ചു, ഇനി പരസ്യമായിട്ട് ജീവിക്കാൻ പോവാ, ആരെയും പേടിക്കാതെ. വൈശാഖെ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ഇഷ്ടമില്ലാത്തവന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാതെ നീ എന്റെ ഒപ്പം പോന്നു. അതിന് നമ്മളെന്തിനാ ഇങ്ങനെ വേട്ടയാടുന്നത്? അവനെ പേടിച്ചോടാനൊന്നും ഞാൻ തയ്യാറല്ല. അവനെന്റെ അച്ഛനമ്മയും തല്ലാൻ ചെന്നു. അവന്റെ സമാധാനം ഞാൻ തകർക്കും. എന്റെ തനി സ്വഭാവം കണ്ടിട്ടില്ല. നിന്നോട് പെട്ടിയെടുക്കാനല്ലേ പറഞ്ഞത്? ആ, ഇവള് ഭയങ്കര കുസൃതിയല്ലേ? കുസൃതിയും വികൃതിയൊക്കെ ഉണ്ട്. വളർന്നു വരുമ്പോ ഈ ചെമ്പകമംഗലം പൊളിച്ചെടുക്കുമെന്ന എന്റെ പേടി. എന്ത് വികൃതിയോ ആയിക്കോട്ടെ, മൈ മദർ ഇൻ ലോയുടെ സ്വഭാവം മാത്രം കിട്ടാതിരുന്നാ മതി. നീ പോ പെണ്ണെ, എന്റെ കുഞ്ഞങ്ങനൊന്നും ആവില്ല. മീനാക്ഷി, ആ അയൺ ബോക്സ് എവിടെ വെച്ചിരിക്കുന്നത്? അതാ തേക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഇരിപ്പുണ്ട്. ആ, നീ ഇങ്ങി വന്നേ, വാ. അവിടെ ഇരുന്നേ. അതെ, കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടതും നോക്കേണ്ടതൊക്കെ അതിന്റെ അച്ഛനും അമ്മയും കൂടിയാ. പിടിക്ക,
ഇതൊക്കെ ചെയ്ത് പഠിച്ചേ. ഞാൻ ട്രൈ ചെയ്യാൻ ദേവമ്മേ. അത് ശരി, കുഞ്ഞിനെ കുളിപ്പിക്കാൻ വലിയ ഇൻട്രസ്റ്റ് അല്ലേ? എനിക്കിതിലൊക്കെ വലിയ ഇൻട്രസ്റ്റാ. ഇൻട്രസ്റ്റ് എനിക്ക് മനസ്സിലായി. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. നോ, ഐ അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരു കലയാണല്ലേ? അതെ, അച്ഛനും അമ്മയും കൂടെ കുളിപ്പിക്കുമ്പോഴാ അതൊരു കലയാവുന്നെ. ഇത് ഇത്രയും വരെ ആയോ? വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടെ? അയ്യോ, അമ്മയുടെ കണ്ണിന് എന്ത് പറ്റി? എന്റെ കണ്ണിനൊന്നും പറ്റിയില്ലല്ലോ. ഉണ്ട്, എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ഇവിടെ എന്ന് ചോദിക്കോ? ഒന്നും അമ്മായി കാണുന്നില്ല. അയ്യോ, എന്റെ അമ്മായി അമ്മയുടെ കാഴ്ച ശക്തി പോയേ. മതിയടി കളിയാക്കിയത്. ഈ സംയുക്ത കുളിപ്പിക്കല് കണ്ടോണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചോദിച്ചത്. നീ എന്താണ് കുഞ്ഞിനെ കുളിപ്പിക്കുന്നേ? ഈ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടമ്മേ. ആ സന്തോഷം എന്താണെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. നീ ഒരു പോലീസ് ഓഫീസറാ, നിനക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എന്താ പോലീസ് ഓഫീസർമാർക്ക് സ്വന്തം കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ലേ? കുട്ടികളെ കുളിപ്പിക്കുന്നതേ വീട്ടിലെ അമ്മമാരോ മറ്റു വേലക്കാരികളോ ആണ്. ഒരു വേലക്കാരി ആ കൃത്യം ചെയ്യുന്നുണ്ടല്ലോ. നീ നിന്റെ പാട് നോക്കിപ്പോ. അമ്മേ, മീനാക്ഷി ഈ വീട്ടിലെ വേലക്കാരിയല്ല, എന്റെ ഭാര്യയാണ്. പിന്നെ അവൾ അടിമയാണെന്നോ നീ അറബിയാണെന്നോ ഒക്കെ പറഞ്ഞിട്ട്? ഞാൻ അറബിയോ അല്ല, ഒട്ടകോ അല്ല, ഒരു മാങ്ങാ തൊലിയോ അല്ല. കുറെ കാലം ഞാനൊരു ചെകുത്താനായിരുന്നു. എന്താ മതിയോ? ചെകുത്താനോ? അമ്മേ, ഒരു ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അടുക്കളപ്പണി ഭാര്യയ്ക്ക്, കുഞ്ഞിനെ കുളിപ്പിക്കൽ ഭാര്യയ്ക്ക്, തുണി അലക്കൽ ഭാര്യയ്ക്ക്, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഭർത്താവിനും ചെയ്യാവുന്നത്. പ്രസവം ഒഴിച്ച് ബാക്കി എല്ലാ ജോലിയും ഭർത്താവിനും ചെയ്യാവുന്നത്. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഞാനും എൻ്റെ വൈഫ് മീനാക്ഷിയും അത് ഭംഗിയായിട്ട് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുക. അതിനിടയ്ക്ക് അമ്മായിയമ്മമാരുടെ സ്ഥിരം പരിപാടി ഇവിടെ വേണ്ട. അമ്മ എവിടെയെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കുക. കുടുംബത്തിനൊരു സമാധാനം ഉണ്ടാവട്ടെ. അത് കളിക്ക്. പോവാം. ഓ ഇവൻ മീനാക്ഷിയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞു. കുടുംബം കെട്ടിപ്പടുക്കുക. ഈ കുടുംബത്തെ എങ്ങനെ വെട്ടണം?